ആ വലിയ കപ്പലിൽ നിന്നും വാട്ടർ സല്യൂട്ട് നടത്തുന്നതാണ് നമ്മൾ കാണുന്നത്. അത് നമ്മൾ ഇവിടെ നിന്നും തീരത്തു നിന്നും അത് ഈ സാൻ ഫെർണാണ്ടോയെ സ്വീകരിക്കാനായി ഇവിടെ നിന്നും പോയ കപ്പലാണ്. ഇതിന് സമാനമായി തന്നെയുള്ള ഈ വാട്ടർ സല്യൂട്ട് അപ്പുറയും കാണാൻ കഴിയും. നമ്മൾ അന്ന് ഈ നമ്മുടെ ക്രെയിൻ ഇറക്കാനായി വന്ന കപ്പൽ വന്നപ്പോൾ ഷെൻഹുവായി വന്ന സമയത്ത് കണ്ടതിന് സമാനമായി തന്നെയുള്ള കാഴ്ച വീണ്ടും കാണുകയാണ്. ഇതിൽ ഏറ്റവും വലിയ ടാഗായ ഓഷ്യൻ പ്രസിഡന്റിന്റെ നേതൃത്വത്തിലാണ് ഡോൾഫിൻ സീരീസിൽ പെടുന്ന 27, 28, 35 എന്നീ ചെറു ടാഗുകൾ വാട്ടർ സല്യൂട്ട് നടത്തി സ്വീകരിക്കുകയാണ് സാൻ ഫെർണാണ്ടോയെ നമ്മുടെ തീരത്തേക്ക്. ഇനി അധികം സമയമില്ല ആ ബെർത്തിലേക്ക് എടുക്കാൻ. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. അതിമനോഹരമായ ദൃശ്യം, സന്തോഷം പകരുന്ന കാഴ്ച. നമ്മുടെ നാടിന്റെ വികസന സ്വപ്നത്തിന് മുതൽക്കൂട്ടാവുന്ന വലിയ കുതിച്ചുചാട്ടം സമ്മാനിക്കുന്ന ഒരു പദ്ധതി അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. അതിന്റെ ട്രയൽ റണ്ണിലേക്ക് പോവുകയാണ്. ഒരു അന്താരാഷ്ട്ര കപ്പൽ ചാലിന് തൊട്ടടുത്തായി വലിയൊരു തുറമുഖം, അന്താരാഷ്ട്ര തുറമുഖം നമുക്കായി തുറക്കുകയാണ്. ആ തുറമുഖത്തിലേക്ക് എത്തുന്ന ആദ്യ കപ്പൽ അത് ട്രയൽ റൺ ആണ് എങ്കിൽ കൂടി ട്രയൽ റണ്ണിനപ്പുറത്തേക്ക് ഉദ്ഘാടന ചടങ്ങിന് സമാനമായി തന്നെയുള്ള ഒരു ആഘോഷ പരിപാടി നടക്കുന്നു. എന്തായാലും ആദ്യ കപ്പലിനെ സാൻ ഫെർണാണ്ടോയെ നമ്മൾ വാട്ടർ സല്യൂട്ട് നൽകി നമ്മുടെ തീരത്തേക്ക്, വിഴിഞ്ഞം തീരത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇനി ഏകദേശം ഒരു 1.5 നോട്ടിക്കൽ മൈൽ മാത്രമാണ് ഈ ബെർത്തിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. അവിടെയും ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അവിടെ ഈ കപ്പൽ എത്തിയിട്ടുണ്ട് എങ്കിൽ ഈ കപ്പലിൽ നിന്നും നമ്മൾ കണ്ടെയ്നറുകൾ അടക്കം കാണുന്നുണ്ട്. ഒരു ലോഡ് കണ്ടെയ്നർ എന്ന് നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ കഴിയും. അതിൽ മുഴുവൻ കണ്ടെയ്നറുകളും ഇവിടെ ഇറക്കില്ല. 1960 കണ്ടെയ്നറുകൾ ഇവിടെ ഇറക്കി വെക്കും. അതിനുശേഷം ഈ കപ്പൽ പിന്നീട് ഇവിടുന്ന് ഒമാൻ തീരത്തേക്ക് പോകും. നാളെയാകും മടക്കമുണ്ടാകുക. എന്തായാലും നാളെ ഔദ്യോഗികമായ ഉദ്ഘാടന പരിപാടികൾക്ക് മുൻപ് തന്നെ ഇന്ന് തന്നെ ഈ കപ്പലിൽ നിന്നും നമുക്കിറക്കാനുള്ള കണ്ടെയ്നറുകളെല്ലാം ഇറക്കി വെക്കും. ലോകത്തെ തന്നെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെസ്കിന്റെ ചാർട്ടേഡ് മദർഷിപ്പാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ നമ്മുടെ തീരത്തേക്ക് എടുക്കുന്നത്. ഇതിൽ നിന്നെത്തുന്ന കപ്പലുകൾ ഈ നമ്മുടെ ഇവിടെ ഇറക്കാനുള്ള കണ്ടെയ്നറുകൾ മാത്രമല്ല അതിലുള്ളത്, പല സ്ഥലങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. ഈ വലിയ കപ്പൽ ഇവിടേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ ആദ്യം നമ്മൾ കണ്ടത് ഈ നമ്മുടെ ചെറു ഷിപ്പുകൾ പോയി അതിലേക്ക് ടാഗ് ചെയ്യുന്നതാണ് എങ്കിൽ ഇപ്പോൾ ടാഗ് ചെയ്ത് കൂടുതൽ ദൂരം മുന്നോട്ട് പോരുകയാണ്. ഇപ്പോൾ ഇത് ചലിച്ച് മുന്നോട്ട് വരുന്നത് കൂടി നമുക്ക് കാണാൻ കഴിയും. ഇന്ന് വന്നത് സാൻ ഫെർണാണ്ടോയാണ് എങ്കിൽ ഇതിലേക്ക് കൊണ്ടിറക്കുന്ന കണ്ടെയ്നറുകൾ മറ്റ് തുറമുഖങ്ങളിലേക്ക് കൊണ്ടുവരാനായി വരും ദിവസങ്ങളിലും ഇതിന് ഇത്രയും വലുതല്ല എങ്കിൽ കൂടി മറ്റ് കപ്പലുകൾ കൂടി തീരത്തേക്ക് എത്തും. മോർ നജൂർ, സീസ്പാൻ, സാന്റോസ് എന്നീ കപ്പലുകൾ ഇവിടേക്ക് എത്തും എന്നുള്ളതാണ്. തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഇവിടേക്ക് എത്തും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വലിയ ആഘോഷത്തിനുള്ളിൽ എന്തായാലും സാൻ ഫെർണാണ്ടോയെ നമ്മുടെ തീരത്തേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്.